ഹലോ ഗൈസ്, മല്ലുട്ടേക്കാണ്. ഈ ന്യൂസ് ആരൊക്കെ ശ്രദ്ധിച്ചു? രോഗി തറയിൽ കിടന്നിട്ടും തിരിഞ്ഞു നോക്കിയില്ല. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെതിരെ ആരോപണം. കണ്ണൂർ സ്വദേശി ശ്രീഹരി മരിച്ച് കൃത്യസമയത്ത് ചികിത്സ കിട്ടാതെയെന്ന് സഹപ്രവർത്തകർ. ഇപ്പം ഇത് സംഭവം ഭയങ്കര ഗുരുതരമായിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, ഇപ്പം അറിയില്ല, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെതിരെ ഇത് ആദ്യമായിട്ടൊന്നല്ല ഇങ്ങനെ ഗുരുതര ആരോപണങ്ങൾ വരുന്നത്. ആരോപണങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട്. ഇതിന് മുന്നേ, ഇന്നലെ 2 ദിവസം മുന്നേ ആണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞത്, ആരോഗ്യ വകുപ്പിനെ രോഗശയ്യയിലാക്കാൻ പലരും നോക്കുന്നുണ്ട്, അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല, നടക്കില്ല. പക്ഷെ ഇത് സത്യത്തിൽ ആരും നോക്കണതല്ല. ആരോഗ്യ വകുപ്പ് എന്ന് പറഞ്ഞാൽ ആകെ തകർന്ന് കുത്തിരിക്കുകയാണ്. ഈ ഒരു ന്യൂസ് തന്നെ അതിനുള്ള ഏറ്റവും നല്ലൊരു എക്സാമ്പിളാണ്. മന്ത്രിമാർക്ക് പോലും അവിടെയുള്ള ഡോക്ടർമാരെ ഓഡിറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഓരെന്താണ് ചെയ്യുന്നത്, ഓരെങ്ങനെ പ്രവർത്തിക്കണം നോക്കാനുള്ള ഒരു ഇതുപോലും ഇല്ല. കഴിവില്ലാത്തൊരു നാട്ടിലാണ് നമ്മളുള്ളത്. ഓക്കെ, ഒരു എക്സാമ്പിളിന് ഈ ഒരു ന്യൂസ് തന്നെ, രോഗി തറയിൽ കിടന്നിട്ടും തിരിഞ്ഞു നോക്കിയില്ല. രോഗി മരിക്കുകയാണ് ചെയ്തത്, വേറെ ഒന്നുമല്ല, മരിച്ചു പോയ ആളെ വീട്ടുകാർക്ക് പോയി. ഇനി ഇത് ഈ ഹോസ്പിറ്റലിനെതിരെ അല്ലെങ്കിൽ ആരോഗ്യവകുപ്പിനെതിരെ കേസിന് പോയിട്ട് വീട്ടുകാർക്ക് എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് എഗെയിൻസ്റ്റ് ഗവൺമെൻറ്റിനെതിരെയാണ് നമ്മൾ ന്യൂസ് കേസ് കൊടുക്കാൻ പോകുന്നത്. ഒരിക്കലും ആ കേസ് വിജയിക്കാനും പോകുന്നില്ല. ഓക്കെ, അപ്പം ഇതൊരിക്കലും ഒരു നല്ലൊരു കാര്യമില്ല. ആരോഗ്യവകുപ്പൊക്കെ എന്നോ മാറേണ്ട ഒരു സിറ്റുവേഷൻ എത്ര ആയിട്ടുണ്ട്. കാലങ്ങളായിട്ട് എന്നും ഒരു ന്യൂസ്, എന്നും ഒരു രോഗി ആരോഗ്യ വകുപ്പിൻ്റെ വിട്ടുവീഴ്ച കാരണം ഈ നാട്ടിൽ എന്ത് ചെയ്യുന്നുണ്ട്? കൊല്ലപ്പെടുന്നുണ്ട്. മരിക്കല്ല, കൊല്ലപ്പെടുന്നുണ്ട് ആരോഗ്യവകുപ്പ് കാരണം. ഓക്കെ, ഇതൊന്നും ഒരിക്കലും എന്താ പറയുക, ഇതാക്കി കൊടുക്കാൻ പറ്റാത്ത കാര്യമാണ്. എന്താ അറിയാലോ, നമ്മുടെ പണ്ട് ഇനിയിപ്പോൾ ഏത് മന്ത്രി ആണെങ്കിലും ആരാണെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ ഏത് വകുപ്പാണെങ്കിലും ഒക്കെ കാര്യം തന്നെ. ഇപ്പോൾ ഒരു എക്സാമ്പിളിന് പൊതുമരാമത്ത് വകുപ്പ്. ഓക്കെ, അതിൻ്റെ കാര്യം അറിയാലോ. പണ്ട് മറ്റേ CPM പറഞ്ഞു നാഷണൽ ഹൈവേ ഓരുണ്ടാക്കിയതാണെന്നൊക്കെ പറഞ്ഞു നടന്നതാണ്. അത് കഴിഞ്ഞാൽ അത് തകർന്നപ്പോൾ നേരെ നൈസായിട്ട് നേരൊക്കെ കേന്ദ്ര സർക്കാരിൻ്റെ തലയിലോട്ടിട്ട് അത് പണിഞ്ഞാണ്. അതുകൊണ്ടാണ് അത് കേടുന്നത്. കേരള സർക്കാർ പണിത റോഡൊക്കെ നല്ല അടിപൊളിയാണ്. റോഡിൻ്റെയൊക്കെ അവസ്ഥ എന്നുള്ളത് എല്ലാ ജില്ലയിലും തകർന്ന് കിടക്കുന്ന റോഡ് ഇഷ്ടം പോലെയുണ്ട്. ഇത് നന്നാക്കാൻ പോലും ഓരെ കൊണ്ട് പറ്റില്ല. അപ്പം എനിക്ക് ഇത്രേ ഉള്ളൂ. അടുത്ത വട്ടങ്ങളാരും എന്ത് ചെയ്യരുത്, CPM വോട്ട് ചെയ്യരുത്. വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നാട് നശിച്ചു പോകും. പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം.